ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇവിടെ കാനഡയിലെ ഒരു ഫാർമേഴ്സ് മാർക്കറ്റിലാണ്. അതെ, കാനഡയിലെ ചന്തയിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഞങ്ങൾ ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. പക്ഷെ ഗ്രോസറി ഷോപ്പിംഗ് മാത്രമല്ല, ചെറിയൊരു ഫൺ ഗെയിമും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു സ്കാവഞ്ചർ ഹണ്ട്. അതെ, അപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്കും നിങ്ങൾക്കാണേലും അതൊരു ഫൺ ആയിരിക്കുമല്ലോ. ജസ്റ്റ് ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അത്ര കാണാൻ വലിയ ഫണ്ടൊന്നും കാണത്തില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഗ്രോസറി ഷോപ്പിംഗ് ഒരു ഫണ്ട് രീതി നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, ഞങ്ങൾക്ക് അത് ചെയ്യുമ്പോഴും ഒരു ഫൺ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് ഇന്നൊരു സ്കാവഞ്ചർ ഹണ്ടിലൂടെ ഗ്രോസറി ഷോപ്പ് ചെയ്യാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്കാവഞ്ചേഴ്സ് ലിസ്റ്റ്. 2 ലിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 2 ടീമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനും കിങ്ങിണിയും ഒരു ടീം, അതുപോലെ ഞാനും മമ്മിയും ടീം ബി രണ്ടാമത്തെ ടീമിലും. അപ്പൊ ഈ 2 ലിസ്റ്റിനെയും കൂടെ നമ്മൾ ഒരു പേപ്പറിലാക്കി എഴുതി ലോട്ട് ഇട്ടിട്ട് കിങ്ങിണി എടുക്കും. കിങ്ങിണി എടുക്കുന്ന ലിസ്റ്റാണ് അച്ചാച്ചന്റേത്, ടീം എ. കിങ്ങിണി എടുക്കാത്തത് ഞങ്ങളുടെ ടീം ബിയുടെ ലിസ്റ്റും. അതെ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിസൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ 30 മിനിറ്റ്സ് ആണ് ഞങ്ങൾ ടൈം പറയുന്നത്. ഇപ്പം സമയം എത്രയായി? 12:25. അപ്പൊ ഓക്കെ, 12:25. അപ്പൊ 12:30 ഞങ്ങൾ കയറും. എന്നിട്ട് നമ്മൾ കറക്റ്റ് 30 മിനിറ്റ്സിൽ ഞാൻ ലിസ്റ്റിലുള്ള ഏറ്റവും കൂടുതൽ ആരാ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നത് ആ ടീം ജയിക്കും. അതെ, ആ മീറ്റിംഗ് പോയിന്റ് തിരിച്ചെത്തണം. അതെ, 12:30 സ്റ്റാർട്ട് ചെയ്താൽ 1 മണിയാകുമ്പോൾ കറക്റ്റ് എത്തുന്ന ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവർ ജയിക്കും. പിന്നെ ഈ മാർക്കറ്റ് ഉള്ളത് ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച 7 തൊട്ട് 2 മണി വരെയാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ഈ ലിസ്റ്റില് 10 ഇതുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് ചെയ്ത് ആദ്യമേ 30 മിനിറ്റ്സിൽ പുറത്തിറങ്ങുന്ന ആരാണോ അവരാണ് വിൻ ചെയ്യുന്നത്. അപ്പൊ വിന്നേഴ്സിന് എന്തെങ്കിലും പ്രൈസ് കൊടുക്കണ്ടേ? പ്രൈസ് നമുക്ക് ഉള്ളിലോട്ട് ചെന്നിട്ട് നോക്കാം. എന്തെങ്കിലും നല്ലത് വല്ലതും കാണുവാണെങ്കിലേ ഞങ്ങളെ ജയിക്കും. അപ്പൊ ഞങ്ങള് പറയാം എന്താ വേണ്ടത്, അത് നമുക്ക് നോക്കാനാണ് ജയിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം നമ്മുടെ സ്കാവഞ്ചർ ഹണ്ട്. മാർക്കറ്റിനുള്ളിലേക്ക് പോയി ബാക്കി കാണാം. അതെ, അപ്പൊ സോ വെൽക്കം ടു യുവർ കുട്ടി ഫാമിലി. നമ്മുടെ സ്കാവഞ്ചർ ഹണ്ട് തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് പരിചയപ്പെടാം. ഔട്ട്ഡോർ മാർക്കറ്റ് ആണിത്. ഔട്ട്ഡോർ മാർക്കറ്റിൽ കൂടുതലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പുറത്ത് ഔട്ട്ഡോർ മാർക്കറ്റിലാണ് വിൽക്കുന്നത്. അകത്തും ഉണ്ട് കുറച്ച്, പക്ഷെ കൂടുതലും ഔട്ട്ഡോർ മാർക്കറ്റ് ഈ പുറത്ത് കാണുന്ന ഇവിടാണ് വിൽക്കപ്പെടുന്നത്. പിന്നെ ഇൻഡോർ മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ അവിടെ ഡെയിലി ഐറ്റംസ്, മീറ്റ്, എഗ്ഗ്, പാല്, ജാം, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം ഉള്ളിൽ. ടോപ്പ് ഫ്ലോർ ഉണ്ട്, അപ്പർ മാർക്കറ്റ് എന്ന് പറയും. അപ്പർ മാർക്കറ്റിൽ കൂടുതലും ഫുഡ് കോർട്ടാണ്. അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം ഇങ്ങനെ ഏതാ എടുക്കുന്നതെന്ന്. നാളെ ഞാനിവിടെ വെക്കാൻ പോവാണ്. അച്ചാച്ചനും ഇങ്ങനെയൊക്കെയും കിട്ടിയത് ലിസ്റ്റാ. ലിസ്റ്റ് നമ്പർ 1. ലിസ്റ്റ് നമ്പർ 2. $5 സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിക്ക് സംതിങ് ദാറ്റ് ഇസ് $5 എന്നാണ്. $5 ഈ മാങ്ങയുടെ ബാസ്ക്കറ്റ്. ആടെ, അപ്പൊ എനിക്ക് ഹണി വിൽക്കുന്ന ആളെ കിട്ടിയിട്ടുണ്ട്. സംതിങ് ദാറ്റ് ലുക്സ് ലൈക്ക് ഫ്ലവർ. ഞങ്ങൾ കോളിഫ്ലവർ മേടിച്ചു. ഇച്ചിരി മേൽവശമൊക്കെ കാണാൻ ഭംഗിയില്ല, പക്ഷെ കോളിഫ്ലവർ. അങ്ങനെ നമുക്ക് അടുത്ത് കിട്ടിപ്പോയി എ വെൻഡർ സെല്ലിംഗ് മീറ്റ്. റെഡ് കളറിലെ ഫ്രൂട്ട്, സ്ട്രോബെറി, പക്ഷെ ഒത്തിരി പഴുത്തു പോയതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. അങ്ങനെ ദേ നമ്മുടെ റെഡ് കളറിലെ ഫ്രൂട്ടും കിട്ടി. ഇപ്പം ദേ വെജിറ്റബിളും കിട്ടി. ഇത് ബെൽ പെപ്പർ ആണ്. അങ്ങനെ 3rd one completed. അങ്ങനെ എനിക്ക് 3ാമത്തെ കിട്ടി. സംതിങ് ദാറ്റ് ഗ്രോസ് ഓൺ എ ട്രീ, ആപ്പിൾ. അങ്ങനെ 4ാമത്തെ ഐറ്റം കിട്ടിപ്പോയി. സ്മോളസ്റ്റ് ഫ്രൂട്ട് ഇൻ ദ മാർക്കറ്റ്, ബ്ലൂബെറി. അപ്പൊ മ്യൂസിക് പ്ലേ ചെയ്ത ആൾക്കാരെ നമുക്ക് കിട്ടിപ്പോയി. സമൺ പ്ലേയിങ് മ്യൂസിക്. അവരൊക്കെ എന്ത് ചെയ്യുന്നോ ടീം ബി ഒക്കെ കാണാനേ ഇല്ലല്ലോ ഇവിടെ ഒന്നും. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ക്രോഷ്യ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ, സോ ക്യൂട്ട്. 4ാമത്തെ കിട്ടിപ്പോയി 5 ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഫ്രൂട്ട്. സമയം ഓൾമോസ്റ്റ് തീരാറായി വരുവാ. അപ്പൊ നമുക്കിനി അടുത്തൊരു ഹാറ്റ് വെച്ച് ആളെ കണ്ടുപിടിക്കണം. തപ്പി ഇതേ 5 ഫ്രൂട്ടും കൂടെ അടുപ്പിച്ച് കിട്ടി. 5 കളറിലെ ഡിഫറെന്റ് ഫ്രൂട്ട്സ്. ഫൈൻഡ് സംതിങ് പേർപ്പിൾ എന്നുള്ളതിന്റെ എഗ് പ്ലാന്റ്. ഹാറ്റ് വെച്ച ആളെ കിട്ടിപ്പോയി. 1 അല്ല 3. അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിലെ ഐറ്റം ഒക്കെ തീരാറായി. ഇത് ഓർഗാനിക് ഐറ്റം നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. ഇത് ഓർഗാനിക് സാലഡ്സ് ആണ്.
അങ്ങനെ നമ്മുടെ സമയം ഓൾമോസ്റ്റ് തീർന്നു. ആനിമൽ റിയൽ ഓർ ടോയ് ദേ കണ്ടില്ലേ കിട്ടി. സോ അതേ ഞങ്ങൾ 2 ടീമും മീറ്റിംഗ് പോയിന്റിലെത്തി. ഇനി നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം. അപ്പൊ നാണ്ടെ 10-ല് 9 പോയിന്റോടെ ടീം ബി അഞ്ജു ആൻഡ് അമ്മയുടെ ടീം ജയിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ്. സോ അങ്ങനെ നമ്മുടെ സ്കാവഞ്ചർ ഹണ്ട് കഴിഞ്ഞു. ടീം ബി അഞ്ജുവും അമ്മയും ജയിച്ചു. അപ്പൊ നമുക്കിനി അവരോട് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കാം. അയ്യോ, ഞങ്ങള് വിന്നേഴ്സ് ആയല്ലേ. ഞങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് നല്ല ഡെസേർട്സ് ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, പുതിയ എന്തെങ്കിലും സാധനം ട്രൈ ചെയ്യാം. കാണിച്ച് ഞങ്ങളുടെ ഗിഫ്റ്റ് സാധനങ്ങളാണ്. പിസ്താഷ്യോ എക്ലെയറും ചോക്ലേറ്റ് കോക്കനട്ട് മാക്രോണും. ഇതൊരു നെപ്പോളിയൻ കേക്ക് അച്ചാച്ചൻ ഞങ്ങൾ കഴിക്കുമ്പോൾ കൊതി കിട്ടണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞു ഞങ്ങൾ മേടിച്ചോളാൻ പറഞ്ഞു. എങ്ങനെയുണ്ട്? അകത്ത് ക്രീമാ, നല്ലതാണോ? നല്ല മധുരമോ, നല്ല ചോക്ലേറ്റിന്റെ ടേസ്റ്റ്, കോക്കനട്ടിന്റെ ടേസ്റ്റ്. അങ്ങനെ ഒരു ഫൺ സ്കാവഞ്ചർ ഹണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ജയിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ച സാധനം തന്നെ അച്ഛൻ ഞങ്ങൾക്ക് മേടിച്ചു തന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനി കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം. ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ പ്യുവർ ഷിയ ബട്ടർ എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു ബോട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞൊരു പണ്ട, ഞങ്ങളത് വാങ്ങി. പോർക്ക് മേടിക്കാൻ വെക്കുന്ന അച്ചാച്ചൻ That's 22.50. Yummy ആണോ? Yummy. How is the apple? അങ്ങനെ ഒരു ഫൺ സ്കാവഞ്ചർ ഹണ്ടും ഗ്രോസറി ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ദേ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ കുട്ടി ഫാമിലി.